അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഉഹദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ, സ്വഹാബത്തിന് നേരെ ശത്രു സൈന്യം പാഞ്ഞടുത്തപ്പോൾ അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള ഒന്ന് ശത്രു സൈന്യത്തിലേക്ക് ആളുകളെ അങ്ങോട്ട് നോക്കുകയുണ്ടായി. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ നബിയല്ലാഹ് ബി അബി അൻത വ ഉമ്മി ലാ തുശ്രിഫ്. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് പകരമാവട്ടെ, അങ്ങ് എത്തി നോക്കേണ്ടതില്ല, അങ്ങോട്ടേക്ക് നോക്കരുത്. ലാ യുസിബുക സഹമുൻ മിൻ സിഹാമിൽ ഖൗമി നഹ്രി ദൂന നഹ്രിക്. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ നെഞ്ചത്ത് തറക്കാതെ ഒരു അമ്പും താങ്കളുടെ നെഞ്ചത്ത് തറക്കുകയില്ല നബിയെ, അബൂ തൽഹയുടെ മുന്നിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരങ്ങളെ നോക്കൂ, സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. അതേ യുദ്ധവേളയിൽ തന്നെ ഒരു സ്ത്രീ, അവർക്ക് വിവരം കിട്ടുന്നു, അവരുടെ ഉറ്റവർ, അവരുടെ പിതാവ്, അവരുടെ ഭർത്താവ്, അങ്ങനെയുള്ള വേണ്ടപ്പെട്ട പലരും ഷഹീദായിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരോട് പറയപ്പെടുന്ന ഇന്നതുപോലെ സംഭവിച്ചിരിക്കുന്നു, ഇന്നതുപോലെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഫമാ ഫഅല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് സംഭവിച്ചു? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറിലാണ്, കുഴപ്പമില്ല എന്നവരോട് പറയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് കാണണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നോക്കി കാണുകയുണ്ടായി. എന്നിട്ടതാ ആ കണ്ടതിന് ശേഷം അവർ പറയുന്നു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. നബിയെ, താങ്കൾക്ക് ശേഷം, അഥവാ താങ്കൾക്ക് യാതൊരു പ്രയാസവും സംഭവിച്ചില്ല എങ്കിൽ അതിനുശേഷം എന്തൊക്കെ മുസീബത്തുണ്ടായിട്ടുണ്ടോ അതൊക്കെ നിസാരമാണ് നബിയെ, അങ്ങേക്ക് യാതൊരു പ്രയാസവുമില്ലല്ലോ എന്ന അർത്ഥത്തിൽ ആ സഹാബി വനിത അവിടെ വെച്ച് പറയുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കാണാം. വേറെയും ഒരു സംഭവം, മറ്റൊരു സംഭവം നമുക്ക് കാണാം. മഹാനായ സെയ്ദ് ഇബ്നു ദസീന റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവരികയാണ് കൊല്ലാൻ വേണ്ടി. അന്ന് അബൂ സുഫിയാൻ ആ കൂട്ടത്തിലായിരുന്നു, മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ സെയ്ദ് ഇബ്നു ദസീനയോട് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അൻഷുദുകല്ലാഹ യാ സെയ്ദ്, സെയ്ദേ, അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അതുഹിബ്ബു അന്ന മുഹമ്മദൻ ഇൻദനാ അൽആന ഫീ മകാനിക നദ്രിബു ഉനുഖഹു വഅന്നക ഫീ അഹ്ലിക്. സെയ്ദേ, താങ്കൾക്ക് പകരമായി താങ്കളുടെ സ്ഥാനത്ത് മുഹമ്മദാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥലത്ത് നിൽക്കുന്നത് എങ്കിൽ താങ്കളാവട്ടെ താങ്കളുടെ വീട്ടിലുമാണ്, സുരക്ഷിതനാണ്. അങ്ങനെ ഒരു അവസ്ഥ താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. അഥവാ താങ്കളെ വെറുതെ വിട്ടാൽ മുഹമ്മദ് നബി ഈ സന്ദർഭത്തിൽ ഇതുപോലെ കൊലക്കത്തിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരവസരമാണ് അദ്ദേഹം ചോദിച്ചത്. സെയ്ദ് ഇബ്നു ദസീന റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആൻ ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ഷൗകത്തുൻ തുഅ്ദീഹി വഅന്നി ജാലിസുൻ ഫീ അഹ്ലി. അല്ലാഹുവാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അവിടുന്ന് ആ ഇരിക്കുന്ന സ്ഥലം, അവിടുന്ന് നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ച് അവിടുത്തേക്ക് ഒരു മുള്ള് തറക്കുന്നത് പോലും, അവിടുത്തേക്ക് ഒരു ഉപദ്രവം ഏൽക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഞാൻ എൻ്റെ വീടുകളിലുമായി തീരുക എന്നൊരവസ്ഥ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അഥവാ എൻ്റെ ശരീരത്തേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അങ്ങനെ അതാ ആ സ്ഥലത്ത് വെച്ച് സെയ്ദ് ഇബ്നു ദസീന റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ് എന്ന് ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, ഒരുപാട് ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാന്മാരായ സ്വഹാബത്ത് സ്നേഹിച്ചത് ഈ രൂപത്തിലാണ്. അവരുടെ സ്നേഹത്തിൻ്റെ അനന്തര ഫലത്തിൽപ്പെട്ടതാണ്
നേരത്തെ നമ്മൾ കേട്ട കാര്യങ്ങൾ, അഥവാ അവിടുന്ന് എന്താണോ കൽപ്പിച്ചത് അത് അതുപോലെ പാലിക്കാൻ അവർ തയ്യാറായിരുന്നു. അവിടുന്ന് എന്താണോ വിലക്കിയത് അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ അവർ തയ്യാറായിരുന്നു. അവിടുന്ന് എന്താണോ പറഞ്ഞത് അത് സത്യപ്പെടുത്താൻ ഒരു സംശയവുമില്ലാതെ അവർ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ഒരൊറ്റ ഇബാദത്തും ചെയ്യാറുണ്ടായിരുന്നില്ല. അവിടുത്തോട് ചോദിച്ച് ഉറപ്പുവരുത്തി. അങ്ങനെ ആയിരുന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ഇബാദത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്നത് ഈ അടിസ്ഥാനങ്ങളിലായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാവണം, നിഷ്കളങ്കമായി ചെയ്യണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയായിരിക്കണം. അതിനെതിരായതാണ് സഹോദരങ്ങളെ ശിർക്കും ബിദ്അത്തുമായി തീരുക. ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ആരാധനകൾ, ഇബാദത്തുകൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് റബ്ബിന് അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അത് സംഭവിച്ചാൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും, അയാൾ കാരാകാരം നരകത്തിലാകും. അതുപോലെ തന്നെ പരലോകത്ത് ശാശ്വതനായി നരകത്തിലായിരിക്കും, ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുപോലെ സഹോദരങ്ങളെ, സുന്നത്തിനെതിരായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ ബിദ്അത്തിൽ അകപ്പെട്ടു പോകും. എന്താണ് പ്രിയമുള്ളവരെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതാ മഹാനായ ഇമാം അശ്ശാതിബി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഫൽ ബിദ്അത്തു ഇദൻ ഇബാറത്തുൻ അൻ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇദാ ത്വരീഖത്തിൻ ഫിദ്ദീനി മുഖ്തറഅത്തിൻ തുലാഹി അശ്ശറഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹാ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാര്യങ്ങളാണ്, അഥവാ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾ. ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ശറഇലെ പ്രവർത്തനങ്ങളോട് സാദൃശ്യമുണ്ടാകും. നിസ്കാരം, നോമ്പ്, സ്വലാത്ത് തുടങ്ങി കാര്യങ്ങളാണ് ബിദ്അത്തായ ആളുകൾ ദീനിലേക്ക് കടത്തിക്കൂട്ടി കൊണ്ടുവരിക. എന്തിനാണത് അങ്ങനെ ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടി കൊണ്ടുവരുന്നത്? യുഖ്സദു ബിസ്സുലൂകി അലൈഹാ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തായി കൊണ്ടാണ്, അല്ലാഹുവിലേക്ക് സാമീപ്യം ലഭിക്കണം എന്നതാണ് അതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇതാണ് പ്രിയമുള്ളവരെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതെല്ലാം ബിദ്അത്താണ്. മതപരമായ എല്ലാ കാര്യങ്ങളും ദീനിൽ അവിടുന്ന് പഠിപ്പിക്കാത്തതെല്ലാം ബിദ്അത്താണ്. ഭൗതികമായി മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അങ്ങനെയാണ്. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പള്ളി ഉണ്ടാക്കാൻ പാടുണ്ടോ? മൈക്കിൽ സംസാരിക്കുന്നത് ബിദ്അത്തല്ലേ? മദ്രസകൾ, കെട്ടിടങ്ങൾ, സിലബസുകൾ അങ്ങനെയുള്ളത് അതൊക്കെ ബിദ്അത്തല്ലേ? അതൊക്കെ പുതിയതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ. ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കപ്പെട്ടിരിക്കുന്നു. തറാവീഹ് ജമാഅത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇതൊക്കെ ബിദ്അത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തതല്ലേ? പ്രിയമുള്ളവരെ, ഈ ന്യായങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ദുർന്യായങ്ങൾ മാത്രമാണ്. ഭൗതികമായ മാറ്റങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിനൊരു അടിസ്ഥാനമുണ്ട്. നിങ്ങൾ നോക്കൂ, മദ്രസയും പള്ളിയും സിലബസും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ അതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതപഠനം നടത്തിയിരുന്നു. അവിടുത്തെ സദസ്സിൽ ആളുകളെ ഇരുത്തി ഖുർആനും സുന്നത്തും വായിച്ചു കൊടുത്തിരുന്നു, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു, അവരതുകൊണ്ട് ശുദ്ധീകരിച്ചിരുന്നു. അതാണ് ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് നിന്ന് ചെയ്യുന്നത്. അടിസ്ഥാനമുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഭൗതികമായ ഏതൊരു കാര്യങ്ങളും, വാഹനത്തിൽ സഞ്ചരിക്കുന്നു. പഴയ കാലത്ത് ഇന്നത്തെ പോലെയുള്ള മോട്ടോർ ഘടിപ്പിച്ച വാഹനങ്ങളില്ലായിരുന്നു. പക്ഷെ അന്ന് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കയറുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെയാണ് ഇന്ന് നമ്മൾ ഏതൊരു വാഹനത്തിൽ കയറുമ്പോഴും പ്രാർത്ഥിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മാറ്റമില്ല. ദീനീ കാര്യത്തിന് മാറ്റമില്ല. നിസ്കാരത്തിന് മാറ്റമുണ്ടോ? ഇല്ല. നിസ്കാരത്തിലെ പ്രാർത്ഥനകൾക്ക് മാറ്റമുണ്ടോ? ഇല്ല. പക്ഷെ നിസ്കരിക്കുന്ന മസ്ജിദുകൾക്ക് മാറ്റമുണ്ടാകും. പഴയ കാലത്തേക്കാൾ നൂതനമായ രീതികൾ സ്വീകരിച്ചിട്ടുണ്ടാകും. പഴയ കാലത്ത് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് നേരിട്ടും ആളുകൾ
അല്ല, ഇന്ന് സമൂഹ മാധ്യമങ്ങൾ അത് എമ്പാടും ഉപയോഗിക്കുന്നു. ഇതൊക്കെ സഹോദരങ്ങളെ ഭൗതികമായ മാറ്റങ്ങളാണ്. അതൊന്നും മതപരമായ ബിദ്അത്ത് എന്ന് ബുദ്ധിയുള്ള ഒരാളും കിതാബ് തിരിയുന്ന ഒരാളും പറയുകയില്ല. നിങ്ങൾ നോക്കൂ, മുസഹഫ് അത് പുതുതായി ഉണ്ടായതാണോ? അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ അത് പണ്ടേ ഉണ്ട്. എഴുതി വെക്കുക എന്നത് കാതിബുൽ വഹി എഴുതി വെക്കാൻ, രേഖപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം സ്വഹാബത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ബിദ്അത്താണോ? ഒരിക്കലുമല്ല, അടിസ്ഥാനമുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കൂ, തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ വന്ന് നിസ്കരിച്ചു പോയിരുന്നു. പിന്നീട് അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് അവിടുന്ന് നിർത്തിവെച്ചതാണ്. അത് പിന്നീട് പുനഃസ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ശറഇലെ ബിദ്അത്തല്ല, മറിച്ച് അതിന് അസ്ലുണ്ട്, അടിസ്ഥാനമുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ന്യായങ്ങളൊക്കെ നിരത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മൗലിദാഘോഷം പോലെയുള്ള മൗലിദുകൾ പോലെയുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ സഹോദരങ്ങളെ, അതൊക്കെ നേരത്തെ കഴിഞ്ഞ ഇശാഇന് മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോയാലും 500 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോവുകയില്ല എന്നുള്ളതാണ്. അതാ നിങ്ങൾ നോക്കൂ, മൗലിദാഘോഷം വലിയ കൊട്ടിഘോഷിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയായി അത് ചെയ്യാത്ത, പങ്കെടുക്കാത്ത, അതിൽ സഹകരിക്കാത്ത ആളുകളെ ബിദ്അത്തിന്റെ ആളുകളും പ്രവാചക സ്നേഹമില്ലാത്ത ആളുകളുമായി ചാപ്പകുത്തുന്നവർ, അവർ വായിക്കേണ്ട, കൺ തുറന്ന് നോക്കേണ്ട തെളിവുകൾ ഇമാമിങ്ങളുടെ കിതാബുകളിൽ നമുക്ക് കാണാം. ഇത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് പ്രവാചക സ്നേഹമില്ലാത്തവർ എന്ന് നമ്മളെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ സംസാരത്തിലുടനീളം സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലവരായ നാട്ടുകാരെ, നമ്മൾ എന്താണ് കേട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നാണ്. ആ സ്നേഹം എങ്ങനെയായിരിക്കണം? സഹാബത്ത് പഠിപ്പിച്ചതുപോലെ ആ പാരമ്പര്യത്തിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. നിങ്ങൾ നോക്കൂ, മൗലിദാഘോഷത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതെന്താണ്? ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് നോക്കൂ നിങ്ങൾ. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താകുന്നു, പുത്തനാചാരമാകുന്നു. ലം തുൻഖൽ അൻ അഹദിൻ മിൻ അസ്സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസതി, ഉത്തമ തലമുറയിൽപ്പെട്ട 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരൊറ്റ നല്ലവരായ മുൻഗാമികളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. പിന്നീട് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ മറ്റൊരു വശം ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇമാം സുയൂത്തി മൗലിദിനെ അംഗീകരിച്ച ആളാണ്. പക്ഷെ അദ്ദേഹവും പറഞ്ഞു തുടങ്ങിയത് ഇതിൻ്റെ അടിസ്ഥാനം ബിദ്അത്താണ് എന്നാണ്. നിങ്ങൾ നോക്കൂ, മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം മൗലിദിനെ കുറിച്ച്. അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് പറയാനുള്ള മറുപടി, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന, കിതാബിലോ സുന്നത്തിലോ ഈ മൗലിദിന് യാതൊരു അടിസ്ഥാനവുമില്ല, എനിക്ക് അങ്ങനെ ഒരു അടിസ്ഥാനമുള്ളതായി അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തി അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീനി അൽ മുതമസ്സികൂന ബിആഥാരിൽ മുതഖദ്ദിമീൻ. അദ്ദേഹം പറയുകയാണ്, പൂർവികരായ നല്ലവരായ മുൻഗാമികൾ ഉലമാക്കൾ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ, ദീനിൽ മാതൃകാ യോഗ്യരായ നല്ലവരായ മുൻഗാമികളിൽ നിന്ന്, ഒരൊറ്റ ഉലമാക്കളിൽ നിന്നും, പണ്ഡിതന്മാരിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, അദ്ദേഹം പറയുകയാണ് ഇത് ബിദ്അത്താകുന്നു. അഹ്ദസുൽ ബത്താലൂൻ, ഇതുണ്ടാക്കിയത് ബാത്തിലിന്റെ ആളുകളാണ്, അഥവാ ശിആക്കളാണ്, റാഫിളുകളാണ്, അവരാണ് ബാത്തിലിന്റെ ആളുകൾ. വശഹ്വത്തു നഫ്സിൻ, അഥവാ ദേഹേച്ഛക്കാരും, യഅ്തനാ ബിഹൽ അക്കാലൂൻ, ഇവരൊക്കെ ഉണ്ടാക്കിയത് ചില തീറ്റക്കൊതിയന്മാർ പിന്നീട് അതെടുത്ത് വലിയ ആഘോഷമാക്കി കൊണ്ടുവന്നു എന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പറയുന്ന രൂപത്തിലുള്ള അനേകം ബിദ്അത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ബിദ്അത്തുകൾ എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. നമ്മുടെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവരുണ്ടായ മാർഗം എന്താണോ അതാണ് ശരിയായ മാർഗം. ആ മാർഗത്തിൽ അണിചേരാതെ തെറ്റിപ്പോയാൽ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോയാൽ, പിന്നെ അല്ലാഹു ചോദിച്ചതുപോലെ ഫമാദാ ബഅദൽ ഹഖി ഇല്ല ളലാൽ, ഹക്കിന് ശേഷം, സത്യപാതയ്ക്ക് ശേഷം പിന്നെ വഴികേടല്ലാതെ മറ്റെന്താണ് എന്ന് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ബനൂ ഇസ്രായേലിയർ അഥവാ യഹൂദികൾ 71
നസാറാക്കൾ 72 കക്ഷികളായി ഭിന്നിക്കും. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. എല്ലാവരും നരകത്തിലായിരിക്കും, ഒരൊറ്റ വിഭാഗം ഒഴികെ. സഹാബത്ത് ചോദിച്ചു, ആരാണവർ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തിൻ്റെ, ഒരു കക്ഷിയുടെ പേരല്ല സഹോദരങ്ങളെ പറഞ്ഞു കൊടുത്തത്. ഈ ഹദീസ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് വിശേഷണങ്ങളാണ്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്നേതൊരു നിലപാടിലായിരുന്നോ ആ നിലപാട് സ്വീകരിച്ചവരാണ്. ഈ വിഭാഗങ്ങളെല്ലാം നരകത്തിൽ പോകുമ്പോൾ രക്ഷപ്പെടുന്ന കക്ഷി. നോക്കൂ, വിശേഷണമാണ് അവിടുന്ന് പറഞ്ഞു കൊടുത്തത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഒരു കക്ഷിയുടെ, ഒരു സംഘത്തിൻ്റെ പേരാണ് പറഞ്ഞത് എങ്കിൽ എല്ലാവരും ആ പേര് സ്വീകരിക്കുമായിരുന്നു. എന്നിട്ട് തന്നെ ഷിർക്കിൻ്റെ, ബിദ്അത്തിന്റെ, അന്ധവിശ്വാസങ്ങളുടെ ആളുകൾ ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ വിശേഷണമുണ്ടോ? നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഹിദായത്തിലാണ്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. അവിടുന്ന് വിശ്വസിച്ച് ആചരിച്ച് കൊണ്ടുവന്ന കർമ്മം, അവിടുത്തെ ഇബാദത്തുകൾ എന്താണോ അത് മുറുകെ പിടിച്ചാൽ പ്രിയമുള്ളവരെ നമ്മൾ ഹിദായത്തിലാണ്. സഹാബത്ത് വരച്ചു കാണിച്ചു തന്ന മാർഗം അത് മുറുകെ പിടിച്ചാൽ നമ്മൾ ഹിദായത്തിലാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം. അതല്ല എങ്കിൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്ത അനേകം ആയത്തുകൾ നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലൗ, നിങ്ങൾ വരൂ, ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂൽ, അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും, അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്കും എന്നവരോട് പറയപ്പെട്ടാൽ, അവരെ വന്ന് ക്ഷണിച്ചാൽ, അവരെ വിളിച്ചാൽ, ഖാലു, അവർ പറയും, ഹസ്ബുനാ, ഞങ്ങൾക്ക് മതി. എന്താണ് ഞങ്ങൾക്ക് മതി എന്ന് പറയുന്നത്? മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ, ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ ഏതൊരു മാർഗത്തിലാണോ കണ്ടത് ഞങ്ങൾക്കതു മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊന്നും പറയേണ്ടതില്ല. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ വക വ്യാഖ്യാനങ്ങളാണ്, നിങ്ങളുടെ ചില വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണവന്മാർ ചെയ്തതു മതി എന്ന് ചില ആളുകൾ പറയും. അല്ലാഹു അതാ ആ അവരുടെ വാദത്തിന് മറുപടി പറയുന്നു, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവ്വപിതാക്കൾ, അവർ ഈ പറയുന്ന പാരമ്പര്യവാദം പറയുന്ന അവരുടെ പിതാക്കൾ, അവർ യാതൊരു അറിവുമില്ലാത്ത, വിവരമില്ലാത്ത, ഹിദായത്തില്ലാത്തവരാണെങ്കിലും അവർക്കത് മതി എന്നാണോ അവർ പറയുന്നത്? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥ മാർഗം വിവരിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്കിത് മതി, ഞങ്ങളുടെ കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിനെ തട്ടിത്തെറിപ്പിച്ചാൽ അല്ലാഹു അതാ വീണ്ടും പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാണോ എതിരു പ്രവർത്തിക്കുന്നത്, ശരിയായ വ്യക്തമായ മാർഗം അത് ബോധ്യപ്പെട്ടതിന് ശേഷം, വ്യക്തമായ മാർഗം വരച്ചു കാണിച്ചു, പറഞ്ഞു തന്നു, എത്തിച്ചു തന്നു, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തോട് ഒരാൾ വിമുഖത കാണിക്കുന്നുവെങ്കിൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, അതുപോലെ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് എതിരിട്ട് നിൽക്കുകയാണെങ്കിൽ, അവരെ പിൻപറ്റാതെ മാറി നിൽക്കുകയാണെങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞെടുത്തേക്ക് തന്നെ അവരെ നാം തിരിക്കും. അഥവാ അവർ ളലാലത്തിന്റെ മാർഗത്തിലാണോ അതിലേക്ക് തന്നെ അവരെ നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവരെ നരകത്തിലിട്ട് നാം കരിക്കും. വസാഅത് മസീറ, അതെത്ര മോശമായ സങ്കേതം. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനിപ്പിക്കട്ടെ. ഒരുപാട് വിഷയങ്ങളുണ്ട്, സമയത്തിൻ്റെ പരിധി കൊണ്ട് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ആദ്യം ഇവിടെ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വളയാത്ത, പുളയാത്ത, വക്രതയില്ലാത്ത നേരായ പാതയിൽ നമ്മൾ ചെന്നെത്തുകയുള്ളൂ. സിറാത്തുൽ മുസ്തഖീം നേരത്തെ സൂചിപ്പിച്ചു, അതിൻ്റെ അങ്ങേയറ്റം സ്വർഗമാണ്. അത്തരമൊരു പാതയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയത്. അള്ളാഹു പറഞ്ഞില്ലേ, ഫഇൻ ആമനു, നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചാൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, അവർ വിശ്വസിച്ചതുപോലെ. ആരാണ് അവർ? ആയത്തിറങ്ങുമ്പോൾ സഹാബത്തൻ
ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, അവർ ആചരിച്ചതുപോലെ, അവർ ദീനായി കൊണ്ടു നടന്നതുപോലെ നിങ്ങളും കൊണ്ടു നടക്കുകയാണെങ്കിൽ, നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിലും, നിങ്ങൾ ആ രൂപത്തിലുള്ള വിശ്വാസികളാവുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായി തീരും. അതാണ് സഹോദരങ്ങളെ ഓരോ നിസ്കാരത്തിലും നമ്മൾ ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീം, നേരായ പാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ച പാത, സ്വഹാബത്തിന്റെ മാർഗം. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിശദീകരിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരോട്, സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ പഠിക്കണം. ഒരുപാട് പ്രസംഗങ്ങൾക്ക് സാക്ഷികളായിട്ടുണ്ടാവും നിങ്ങൾ. പല പാടിപ്പറയുന്ന പ്രസംഗങ്ങളും നിങ്ങൾ കേട്ട് കാണും. ഇതും അതുപോലെയുള്ള കേവലം ഒരു പ്രസംഗമായി, പ്രഭാഷണമായി നിങ്ങൾ എടുക്കരുതേ എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഈ പ്രസംഗം, ഈ പ്രഭാഷണം, ഇവിടെ ഈ പ്രബോധന പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് പ്രിയമുള്ളവരെ യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെയാണ്. അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ്. നമ്മുടെ ഉദ്ദേശം അമ്പിയാക്കൾ വരച്ചു കാണിച്ച മാർഗം, അള്ളാഹുവിൻ്റെ നബിമാർ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന പാത, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ അടങ്ങിയിട്ടുള്ള സിറാത്തുൽ മുസ്തഖീം, അത് നിങ്ങളുടെ മുന്നിൽ ശരിയായ രൂപത്തിൽ വരച്ചു കാണിക്കുക എന്നത് മാത്രമാണ്. നാളെ പരലോകത്തെത്തിക്കൊണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, നമ്മൾക്കാരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയാൻ നിർവാഹമില്ല. പ്രിയമുള്ളവരെ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു എന്ന് ചോദിക്കുന്ന, വിലപിക്കുന്ന ഒരു രംഗം അള്ളാഹു സൂറത്തുൽ മുൽക്കിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞങ്ങൾ ഈ കത്തിയേരുന്ന നരകത്തിൽ ചെന്ന് പതിക്കുകയില്ലായിരുന്നു എന്ന് നരകാവകാശികൾ വിലപിക്കുന്ന രംഗമുണ്ട്. നിങ്ങൾ ആരെയും ഇവിടെ വന്നുകൊണ്ട് മുശ്രിക്കാക്കാനോ മുബ്തദിഅാക്കാനോ അല്ല വന്നത്, മറിച്ച് യഥാർത്ഥ സത്യപാത വരച്ചു കാണിക്കാനാണ്. അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ തിരുത്താൻ അതൊരു കാരണമായി തീരേണ്ടതുണ്ട്. ഇവിടെ ഓതി കേൾപ്പിച്ചത് മുഴുവനും, വായിച്ചു കേൾപ്പിച്ചത് മുഴുവനും പ്രമാണങ്ങളാണ്, വഹീകളാണ്, ഇമാമിങ്ങളുടെ വാക്കുകൾ മാത്രമാണ്. ഇത് മുഴുവനും കേട്ടിട്ട് ആർക്കെങ്കിലും അതിൽ വല്ല അബദ്ധവും ന്യൂനതകളും അല്ല നമ്മുടെ വക പറഞ്ഞ അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്, നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തട്ടെ, ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ ഈ രാത്രി നമ്മയും കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ നാളെ നേരം പുലരുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ തഖ്വ കൈക്കൊള്ളേണ്ടതുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിത വിശുദ്ധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ, സിറാത്തുൽ മുസ്തഖീമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും, അത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ കർമ്മ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത് തുടങ്ങി നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ കച്ചവട മേഖലകൾ, നമ്മുടെ സ്വഭാവ അതുപോലെയുള്ള ബന്ധങ്ങളിൽ എല്ലാറ്റിലും ഈ പറഞ്ഞ കാര്യം പ്രതിഫലിക്കണം. അങ്ങനെ തഖ്വയോടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ ദീനിൽ മരണം വരെ ഉറച്ചു നിൽക്കാനാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അള്ളാഹു ചോദിച്ചില്ലേ, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ. സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്നവരെ നമ്മൾ ചിന്തിക്കുക, ഇത്രയും കാലം അള്ളാഹു ഈ ദുനിയാവിൽ ആയുസ് നൽകിയല്ലോ, ഞാൻ എന്തു പ്രവർത്തിച്ചു, എൻ്റെ പ്രവർത്തനം എവിടെ എത്തി, ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എനിക്കിനിയും ഈ കിട്ടിയ ആയുസ് ഇനിയും അങ്ങോട്ട് ഇതുപോലെ കിട്ടുമോ, നാളെ നേരം പുലരുമോ, എൻ്റെ ജീവിതം അവസാനിച്ചാൽ എനിക്ക് എങ്ങോട്ടേക്കാണ് പോകാനുള്ളത്, എനിക്ക് പോകാനുള്ള പരലോകം, ഇനി പോകാനുള്ള ഖബർ ജീവിതം, അതിനെക്കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ വെറുതെ പടച്ചതല്ല, മറിച്ച് ഈ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന പരലോകമുണ്ട്. ഇത് നശ്വരമായ ജീവിതമാണ്. അതുകൊണ്ടാണ് ദിനേന നമ്മൾ മരണവാർത്തകൾ കേൾക്കുന്നത്. ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, ഇന്നയാൾ മരിച്ചു, അയാൾ മരിച്ചു, ഇയാൾ മരിച്ചു, അങ്ങനെ മരിച്ചു, ഇങ്ങനെ മരിച്ചു. ഇതൊക്കെ കേൾക്കുന്നത് ഈ ദുനിയാവ് നശ്വരമാണ്. അവരാരും തിരിച്ചു വന്നിട്ടില്ല, അവരെല്ലാവരും റബ്ബിലേക്ക് യാത്രയായി. ആ റബ്ബിലേക്കുള്ള യാത്രയിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ലോകമെന്നത് പരീക്ഷണമാണ്.
ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ സത്യപാത സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അനേകം പരീക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കാണുന്നില്ലേ ഫലസ്തീനിന്റെ മണ്ണിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദ്, ഈ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ മുസ്ലിമായി എന്നതല്ലാത്ത വേറൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ആ സാധുക്കളായ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മപങ്കന്മാർ, നമ്മുടെ ഉപ്പമാർ, അവിടെയുള്ള പിഞ്ചു പൈതങ്ങൾ ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു എന്നതാണ്. അവർ മുസ്ലിമീങ്ങളായി എന്നുള്ളതാണ്. മുസ്ലിമീങ്ങൾ വേട്ടയാടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ട കാര്യമെന്നത് നമ്മൾ ദീനിലേക്ക് മടങ്ങുക എന്നതാണ്. അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. റോഡിലിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്യാനോ, ജനങ്ങളെ ഉപദ്രവിക്കാനോ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ, മെഴുകുതിരി വെട്ടത്തിൽ ചർച്ചകൾ നടത്താനോ, അതുപോലെയുള്ള പിന്തിരിപ്പൻ പണിയെടുക്കാനോ അല്ല നമുക്കുള്ളത്. മറിച്ച് നമ്മൾ ദീനിലേക്ക് മടങ്ങിയാൽ, അള്ളാഹുവിൻ്റെ ദീൻ നെഞ്ചിലേറ്റിയാൽ, ബദറിൽ സഹായിച്ച റബ്ബ് നമ്മളെ സഹായിക്കും, ഉഹദിൽ സഹായിച്ച റബ്ബ് നമ്മളെ സഹായിക്കും, അഹ്സാബ് യുദ്ധത്തിൽ സഹായിച്ച അല്ലാഹു നമ്മെ സഹായിക്കും. ഈ ദീനിന് അന്തസ്സും പ്രതാപവും നൽകും. അത് തകർക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. ദിനേന നിങ്ങൾ നോക്കൂ, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മാപ്പിളമാരുടെ പേരുകളാണ്. ഏതൊരു തിന്മകൾ എടുത്താലും അതിൽ മാപ്പിളയുടെ പേരുണ്ട്. കള്ളിലും കഞ്ചാവിലും മയക്കുമരുന്നിലും അവീത ബന്ധങ്ങളിലും വ്യഭിചാരങ്ങളിലും തുടങ്ങി എല്ലാവിധ തോന്നിയവാസങ്ങളിലും മാപ്പിളമാരുടെ പേരുകളാണ്. ഇങ്ങനെ മുടങ്ങി നിൽക്കുന്നു ഇസ്ലാമിന്റെ ഖൈർ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ. പിന്നെങ്ങനെ അല്ലാഹു തആല ഈ ദീനിന് വിജയം നൽകും? എങ്ങനെ സമാധാനം നൽകും? ബദറിൽ സഹായിച്ച അല്ലാഹു നമ്മെ സഹായിക്കണോ? പ്രിയമുള്ളവരെ, സ്വഹാബത്ത് സ്വീകരിച്ച മാർഗം, സ്വഹാബത്ത് നെഞ്ചിലേറ്റിയ ആദർശം നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ അതുണ്ടാവട്ടെ. ഏത് പ്രയാസമുണ്ടായാലും 1000 വട്ടം മുഹീദ്ദീൻ ശൈഖിനെ അല്ല വിളിക്കേണ്ടത്, മറിച്ച് അല്ലാഹുവിനെ വിളിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫലസ്തീനിലെ മക്കൾ ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ എന്നാണ് വിളിക്കുന്നത്. അവരെ തകർക്കാനുള്ള മിസൈലുകൾ, ഡ്രോണുകൾ അവർക്ക് തല മുകളിൽ വെച്ച് പറക്കുമ്പോഴും അവർക്ക് പറയാനുള്ളത് ഹസ്ബി അല്ലാഹ് എന്നാണ്. മരിച്ചു വീഴുമ്പോഴും അവരുടെ മുകളിലേക്ക് കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നാണ് അവർക്ക് പറയാനുള്ളത്. അതാണ് അവർക്കത് നൽകിയത്. പ്രിയമുള്ളവരെ, ഈമാനിന്റെ അന്തസ്സാണ്. അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന ഈമാനാണ് അവർക്കത് നൽകിയത്. അള്ളാഹുവാണ് അവരുടെ ഉള്ളറിയുന്നത്. പുറമേക്ക് നമുക്ക് അങ്ങനെ വിലയിരുത്താം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്ത് നാനാഭാഗത്തും മുസ്ലിമീങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങുക. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങുക. നമ്മൾ തൗഹീദ് സ്വീകരിക്കുക. റബ്ബിന് നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാവട്ടെ, നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ മുഖത്തുണ്ടാവട്ടെ. നമ്മുടെ താടി രോമങ്ങൾ വളരട്ടെ. സുന്നത്തിൻ്റെ അടയാളമാണത്. നമ്മുടെ വസ്ത്രം നരിയാണിക്ക് മുകളിൽ പൊങ്ങട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരിമാർ, എന്താണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കോലം? എന്താണ് ഇന്നത്തെ അവസ്ഥകൾ? നമ്മൾ കാണുന്നില്ലേ? ഇസ്ലാമിൻ്റെ വേഷമണിഞ്ഞ് നടക്കുന്ന സഹോദരിമാർ ഉള്ള കാലത്ത് അള്ളാഹു വിജയം നൽകും, അള്ളാഹു പ്രതാപം നൽകും. അങ്ങനെ പരിപൂർണമായി സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ മടങ്ങിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സഹായവും വിജയവും സമാധാനവും അന്തസ്സും അധികാരവും ഒക്കെ നൽകും. അതല്ലാത്ത വേറൊരു പണിക്കും നമ്മൾ നിൽക്കരുത്. നമ്മൾ തൗഹീദ് ഉൾക്കൊള്ളുക, സുന്നത്തിൻ്റെ കാവലാളുകളാവുക, ബിദ്അത്തിൽ നമ്മൾ പരിപൂർണമായി മാറി നിൽക്കുക. നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കുക, അവിടുന്ന് പഠിപ്പിച്ചെടുത്ത് നിൽക്കുക. അങ്ങനെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതുണ്ട്. തിന്മകളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന്, ദുരാചാരങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. നമ്മൾ സത്യവിശ്വാസികളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്, വിശ്വാസമുള്ളവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, നമ്മുടെ വീടുകളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ മക്കളിൽ ഉണ്ടാവട്ടെ. ഇന്റർനെറ്റും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളും അരങ്ങ് തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ, രാത്രിയുടെ ഇരുട്ടുകളിൽ തോന്നിവാസങ്ങളിൽ മുഴുകുന്ന, അതുപോലെയുള്ള ലഹരികളിൽ മുഴുകുന്ന, ക്ലബ്ബുകളിലും ബാറുകളിലും പബ്ബുകളിലും കയറി നിരങ്ങുന്ന മാപ്പിളമാർ സൃഷ്ടിക്കപ്പെടരുത്. മറിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന നല്ല മുസ്ലിമീങ്ങൾ ഉണ്ടാവട്ടെ. അവരാണ് നാടിനും നാട്ടുകാർക്കും വീട്ടിനും ഒക്കെ ഉപകാരം ചെയ്യുക. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഇറങ്ങുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ക്ഷണമാണ്.
അത് റബ്ബിൻ്റെ കിതാബിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുമാണ് ഓതി കേൾപ്പിക്കപ്പെട്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും സിറാത്തുൽ മുസ്തഖീം പ്രദാനം ചെയ്യുമാറാവട്ടെ, നമ്മെ അതിൽ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ പിഴവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രയാസം അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് തുറവിയും ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കും എല്ലാവിധ സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളായിക്കൊണ്ട് നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അവന് കീഴൊതുങ്ങുന്ന, അവനനുസരിക്കുന്ന, അവൻ്റെ സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് ശരിയായ പാതയിലേക്ക് വരാൻ അള്ളാഹു ഈ ഒരു പരിപാടി, ഈ ഒരു സംസാരങ്ങൾ കാരണമാക്കി തീർക്കട്ടെ. തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ, ഞങ്ങൾ സത്യത്തിലാണെന്ന് വിചാരിച്ചു പോയ ആളുകൾ യഥാർത്ഥ സത്യപാതയിലേക്ക് വരാൻ അള്ളാഹു ഇത് കാരണമാക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.